പക്ഷെ കൃഷ് രണ്ടാം ഭാഗം ഒരു സിനിമ വരും. അതായത് ഇന്ത്യയിലെ പറയുമ്പോ ആദ്യം പറയേണ്ട സൂപ്പർ ഹീറോ ഫിലിംസിൽ ഒന്നാണ് ശരിക്കും കൃഷ് എന്ന് പറഞ്ഞത്. അതായത് നമ്മളെ ഒഫീഷ്യൽ സൂപ്പർ ഹീറോ ആദ്യത്തെ എന്ന് പറയുന്ന മാതിരത്തെ കൃഷ് എന്ന് പറഞ്ഞ ഒരു സംഗതി. അതായത് എന്റെ ഓർമ്മയില് ഞാനൊക്കെ +2 പഠിക്കുന്ന ടൈമിലാണ് ആ സിനിമയുടെ അപ്ഡേറ്റ്സ്. അത് ഫസ്റ്റ് ടീച്ചർ ഋതിക് റോഷന വന്നിട്ട് ചവിട്ടിയിട്ട് ഇങ്ങനെ കൈ മടക്കി ഓടുന്ന ഒരു സംഗതിയാണ് അതിന്റെ ആദ്യം വന്നത്. ഭയങ്കര സംഭവമാണ്. പിന്നെ കൃഷ് 2 വന്നു. കൃഷ് 2 വന്നു നോക്കുമ്പോൾ കുറച്ചും കൂടി അപ്ഡേറ്റഡ് ആയിട്ട് ഈ കൃഷ് എന്നുള്ള സൂപ്പർ ഹീറോ കഥാപാത്രത്തിന് വെച്ചിട്ട് അതിൽ വിവേക് ഒബ്രോയി ആയിരുന്നു ആ സിനിമയ്ക്ക്. ഇപ്പൊ കൃഷ് 4 വരുമ്പോ എന്താണ് ഇതിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ ഋതിക് റോഷൻ തന്നെ സിനിമ സംവിധാനം ചെയ്യുന്നു എന്നാണ് ആദ്യം നമ്മൾ കേൾക്കുന്ന വാർത്ത. അത് കൃഷ് സീരീസിലത്തെ പല ആൾക്കാരും അതിൽ അഭിനയിക്കുന്നു എന്നതിന് പുറമെ എല്ലാ ഭാഷയിലും ആൾക്കാർ, അതായത് ഇപ്പോ സൗത്തിലത്തെ ആൾക്കാർ, ഇവിടുത്തെ തെലുങ്ക് അങ്ങനെ അല്ല ഉദ്ദേശിച്ചത്, ഇംഗ്ലീഷ് ഫിലിംസിലത്തെ ടെക്നീഷ്യൻസ് ഉൾപ്പെടെ, അതായത് ടെക്നീഷ്യൻസ് ക്യാമറ സൈഡ് ആവട്ടെ, ഫൈറ്റ് മാസ്റ്റേഴ്സ് ആവട്ടെ, അങ്ങനെ. അതായത് ഫസ്റ്റ് കൃഷിന്റെ ക്യാമറമാൻ നമ്മൾ സന്തോഷ് തുണ്ടിയില്ല, ദേവദൂതന്റെ ക്യാമറമാൻ. അപ്പോ കൃഷ് പുതിയ സിനിമ വരിക എന്ന് പറയുമ്പോ ഇന്ത്യയുടെ ഒഫീഷ്യൽ സൂപ്പർ സ്റ്റാറിന്റെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ നമുക്ക് കാണാമെന്നുള്ളതാണ്.